നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ അതിനകത്ത് കിങ്ഡം മൊനിയർ ഫിനിഷ് ചെയ്തു, കിങ്ഡം പ്രൊട്ടിസ്റ്റ ആണ് ഇന്ന് നമ്മൾ പോകുന്നത്. സോ ലെറ്റ്സ് മൂവ് ഇൻ ടു. ഇപ്പൊ നമ്മൾ ഇവിടെ പറയുന്നത് കിങ്ഡം പ്രൊട്ടിസ്റ്റയിലെ ഒരു പ്രത്യേകിച്ച് ഇവന്മാർക്ക് എന്തില്ല, നമുക്കൊരു ബൗണ്ടറി ഒന്നും പറയാൻ പറ്റില്ല ഈ ഒരു കിങ്ഡത്തിന്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരിൽ പ്ലാന്റിനെ പോലെയുള്ളവരുണ്ട്, അനിമൽസിനെ പോലെയുള്ളവരുണ്ട്, ഫംഗസിനെ പോലെയുള്ളവരുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നോൺ വെൽ ഡിഫൈൻഡ് ബൗണ്ടറി. അപ്പൊ അതുകൊണ്ട് തന്നെ പല പല കാറ്റഗറി ടൈപ്പ് ജീവികളുണ്ട്. ക്രിസോഫൈറ്റ്സ്, ക്രൈസോഫൈറ്റ്സ് ഉണ്ട്, ഡൈനോഫ്ലജല്ലേറ്റ്സ് ഉണ്ട്, യൂഗ്ലിനോയിഡ്സ് ഉണ്ട്, സ്ലൈം മൗട്ട്സ് ഉണ്ട്, ദെൻ പ്രോട്ടോസോവൻസ് ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ ഏറ്റവും പെട്ടെന്ന് എങ്ങനെ ഒരു കോഡ് പോലെ ഓർത്ത് വെക്കാൻ, അഥവാ ഇനി ഇതൊന്നും അങ്ങനെ മറക്കില്ല. നമ്മൾ പ്ലസ് 1 ഒക്കെ കഴിഞ്ഞ് പ്ലസ് 2 ഒക്കെ കഴിഞ്ഞ് വളരെ ക്ലീൻ ആയിട്ട് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും. ഇനി അഥവാ ഓർത്ത് വെക്കാനാണെങ്കിൽ ക്രിസ്ഡിൻ എന്ന് പറയുമ്പം ക്രിസോഫൈറ്റും അതുപോലെ നമ്മളെ ഡൈനോഫ്ലജല്ലേറ്റും വന്നു. ക്രിസ്ഡിൻ ശരിക്കും, അപ്പൊ യു എന്ന് പറഞ്ഞാൽ എന്താ, ശരിക്കും എന്നല്ലേ. അപ്പം ക്രിസ്ഡിൻ ശരിക്കും എന്ന് പറയുന്നത് നമ്മൾ യു എന്ന് എഴുതണം. ക്രിസ്ഡിൻ ശരിക്കും എന്താണ്, സ്ലിം ആണ്, സ്ലിം പ്രോ. അപ്പൊ നമ്മൾ ഇത് പിന്നെ നമ്മൾ മറക്കൂല, ക്രിസ്ഡിൻ ശരിക്കും സ്ലിം പ്രോ. പിന്നെ നമ്മൾ ഇനി ഇവരെ പറ്റി പഠിക്കുമ്പോൾ ഇവരെ അക്വാട്ടിക് ആണ്, വെള്ളത്തിലാണ് കാണുക. വെള്ളത്തിൽ കാണുമ്പോൾ വെള്ളത്തിൽ ഇവരെ വെറുതെ ഇങ്ങനെ ആരെങ്കിലും വെള്ളത്തിൽ വെറുതെ ഇരുന്നിട്ട് കാര്യമുണ്ടാകും. അപ്പൊ വെള്ളത്തിലുള്ള ആളുകളാണെങ്കിൽ എന്തൊക്കെ, വെള്ളത്തിലാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സ്വിം ചെയ്യണം, അല്ലെങ്കിൽ അപ്പൊ എന്താ വേണം, സീലിയ ഫ്ലജല്ലൊക്കെ വേണം. അപ്പൊ അക്വാട്ടിക് ആണ്, അപ്പൊ സീലിയ ഫ്ലജല്ല ഉണ്ടാവും. പിന്നെ ഇവർ യൂകാരിയോട്സ് ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. പ്രോകാരിയോട്സ് ആര് മാത്രമേ ഉള്ളൂ, ബാക്ടീരിയ മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ യൂകാരിയോട്സ് എന്ന് പറഞ്ഞാൽ എന്താ, വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ടാവും, ന്യൂക്ലിയസിന് ഒരു മെംബ്രെയിൻ ഉണ്ടാവും, അതുപോലെ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതാണ് ഇവർ യൂകാരിയോട്സ് ആണ്, സിംഗിൾ സെൽഡ് യൂകാരിയോട്ട്. പിന്നെ ഇവർ താഴ്ന്ന ജീവികളല്ലേ, താഴ്ന്ന ജീവികളാവുമ്പോൾ അസെക്ഷലും സെക്ഷലും ഒക്കെ ഉണ്ടാവും. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഒരു സെല്ലും പിന്നെ വേറൊരു സെല്ലും കൂടി ഫ്യൂസ് ചെയ്തിട്ട് ഫൈനലി സൈഗോട്ട് ഉണ്ടാവുന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ, ഇതിനകത്ത് എളുപ്പമാണ്. ഇവരിൽ എല്ലാവരും ഉണ്ട്. അങ്ങനെ ക്രിസ്ഡിൻ എന്ത് ചെയ്തു, ശരിക്കും സ്ലിം പ്രോ ആണ്. പിന്നെ ഇവർ വെള്ളത്തിലായതുകൊണ്ട് നീന്തി കളിക്കാൻ കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ യൂകാരിയോട്സ് ആണ്, താഴ്ന്ന ജീവികളായതുകൊണ്ട് അസെക്ഷലും സെക്ഷലും ഒക്കെ ഉണ്ടാവും. വെരി സിമ്പിൾ. ഇനി നമ്മൾ മൂവ് ചെയ്യുന്നത് ഇതിലെ ഫസ്റ്റ് കാറ്റഗറി ആയിട്ടുള്ള ക്രൈസോഫൈറ്റ്സിലോട്ടാണ്. അപ്പം ക്രിസ്ഡിൻ ഡി ഡി എടുത്തു എന്നാണ് നമ്മൾ ഇതിന്റെ കോഡ് പഠിക്കുന്നത്. ക്രിസ്ഡിൻ എന്താ എടുത്തത്, ക്രിസ്ഡിൻ ഡി ഡി എടുത്തു. അപ്പൊ ക്രിസ്ഡിൻ വെറുതെ പോയതല്ല, ക്രിസ്ഡിൻ ഡി ഡി എടുത്തു. അപ്പോ ക്രിസ്ഡിൻ അല്ല, ക്രിസ് എഴുതിയാൽ മതി. അപ്പം ഡി ഡി, ഡൈനോഫ്ലജല്ലേറ്റ് ഇല്ല കേട്ടോ. അപ്പൊ ക്രിസ്ഡിൻ എന്നുള്ള നമ്മൾ ക്രിസ്ഡിൻ എന്നുള്ള ഡി ഒഴിവാക്കാം കേട്ടോ. ആദ്യത്തെ ക്രിസ്ഡിൻ ഇല്ല, ക്രിസ്. അപ്പൊ നമ്മുടെ ക്രിസ് എന്ത് ചെയ്തു, ഡി ഡി എടുത്തു. അപ്പൊ ഡി എന്ന് പറഞ്ഞാൽ ഡയാറ്റംസ്. അപ്പൊ ക്രിസ്ഡിൻ എന്നുള്ള, അപ്പൊ ഡിൻ ഇല്ല, ക്രിസ് ഡി ഡി എടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് പ്രൊട്ടിസ്റ്റ പഠിക്കുമ്പോൾ നമ്മൾ പാടത്തേക്ക് പോകണം. നമ്മൾ കടലിൽ പോയി, അതുപോലെ ഫ്രഷ് വാട്ടറിൽ പോയി. കടലും ഫ്രഷ് വാട്ടറിലും നമ്മളൊരു ലെൻസും കൊണ്ടാണ് പോയത്. അപ്പൊ നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു, മൈക്രോസ്കോപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ലെൻസ് വെച്ച് നോക്കിയപ്പോൾ നമുക്ക് വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന പാസീവ് പ്ലാങ്ക്ടൺ കണ്ടു. അപ്പൊ ഈ പ്ലാങ്ക്ടൺ ആണ് നമുക്കറിയാം വെള്ളത്തിലെ ചീഫ് പ്രൊഡ്യൂസേഴ്സ് അല്ലെ. അപ്പൊ ഡയാറ്റംസ് അവർ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ആണ്. പിന്നെ അവർ ഫോട്ടോസിന്തറ്റിക് ആയിരിക്കും. അപ്പം ചീഫ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഫോട്ടോസിന്തറ്റിക് ആണല്ലോ. ഇനി ഡയാറ്റംസ് നമ്മൾ എഴുതേണ്ടത് നമ്മൾ ഡി എന്നുള്ള ഒരു ലെറ്റർ ഇങ്ങനെ എഴുതാം. അപ്പൊ ഡി ഇങ്ങനെയല്ലേ എഴുതുക. അപ്പൊ ഡി ഇവിടെ ഇങ്ങനെതാ, രണ്ട് ഇത് ഒരു ഓവർലാപ്പിംഗ് ആയിട്ടുള്ള രണ്ട് ഷെല്ല് പോലെ കൺസിഡർ ചെയ്യാം. അപ്പം ഇവരുടെ സെൽ വാള് 2 ഷെൽസ് ഓവർലാപ്പിംഗ് ഷെൽസ് ആണ്, വിച്ച് ഫിറ്റ് ടുഗദർ ആസ് ഇൻ എ സോപ്പ് ബോക്സ്. ഇപ്പൊ നമ്മളൊരു സോപ്പ് പെട്ടി പോലെ ഇവർ രണ്ട് ഓവർലാപ്പിംഗ് ഷെൽസ് ഇവർക്കുണ്ട്. നമ്മൾ ഡി ആണ്. അപ്പൊ ഡി എന്ന് പറഞ്ഞാൽ ഡയാറ്റംസിനാണ് ഇതുള്ളത്. ഡി എന്ന് പറഞ്ഞാൽ ഡയാറ്റംസിനാണ് ഇതുള്ളത്. അപ്പം ഡയാറ്റംസിന് ദെൻ ഈ സെൽ വാളിൽ നമ്മളിങ്ങനെ സിലിക്ക എംബഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇവരുടെ സെൽ വാളിൽ എന്തുണ്ട്, എംബഡഡ് വിത്ത് സിലിക്കയാണ്. അതുകൊണ്ട് തന്നെ ഇൻഡിസ്ട്രക്റ്റിബിൾ ആണ്. ഇതങ്ങനെ പൊട്ടിയൊന്നും പോകില്ല, സംഭവം കേടെടുത്താനൊന്നും പറ്റില്ല. പിന്നെ ഈ സെൽ വാൾ ഡെപ്പോസിറ്റ് എങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ മണ്ണിൽ ഇങ്ങനെ വീഴാണ്. അപ്പൊ മണ്ണിൽ ഇങ്ങനെ വീണ് കുറെ ബില്യൺസ് ഓഫ് ഇയേഴ്സ് മണ്ണിൽ വീണ് കഴിഞ്ഞാൽ കുറെ ഡെപ്പോസിറ്റ്സ് വന്നാൽ അതിനെ ഡയാറ്റമീഷ്യസ് എർത്ത് എന്നാ വിളിക്കുക. എന്താ വിളിക്കുക, ഡയാറ്റമീഷ്യസ് എർത്ത്. ഒരു മിനിറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡയാറ്റമേഷ്യസ് എർത്ത്. അതിനെ നമ്മൾ വിളിക്കുക ഡയാറ്റമേഷ്യസ് എർത്ത് എന്നാണ്. അപ്പം ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. അങ്ങനെ അപ്പം ഈ മണ്ണ് എന്തായിരിക്കും, കുറച്ച് തരിയുള്ള മണ്ണായിരിക്കും. ഈ മണ്ണ് എന്തായിരിക്കും, കുറച്ചൊക്കെ ഉണ്ടാവും. ഇവിടുന്ന് മണ്ണ് ഗ്രിറ്റി സോയിലാണ്. അപ്പൊ ഇതെടുത്തിട്ട് നമുക്ക് ഫിൽറ്ററിങ്ങിന്, അതുപോലെ പോളിഷിങ്ങിന്, ഫിൽറ്ററിങ് ഓഫ് ഓയിൽ ആൻഡ് സിറപ്പ് പോളിഷിങ്ങിനൊക്കെ ഉപയോഗിക്കാം.
അപ്പം നമുക്ക് ഈ ക്രിസോഫൈറ്റ് പഠിക്കാൻ എളുപ്പമാണ്. ക്രിസ്ഡിൻ ഡി ഡി എടുത്തു. അപ്പൊ ക്രിസ് ഡി ഡി. അപ്പൊ ക്രിസ് എന്ന് പറഞ്ഞാൽ ക്രിസോഫൈറ്റ്, ഡി ഡി എന്ന് പറഞ്ഞാൽ ഡയാറ്റംസ് ആൻഡ് ഡെസ്മിഡ്. ഡെസ്മിഡ്സ് എന്ന് പറഞ്ഞാൽ ഏത് ഡി ഡി എടുത്തതെന്ന് അറിയോ? ഗോൾഡൻ ഡി ഡി എടുത്തത്, സ്വർണത്തിന്റെ ഡി ഡി ആണ് ക്രിസ്ഡിൻ എടുത്തത്. അപ്പൊ ഡയാറ്റംസ് ആൻഡ് ഡെസ്മിഡ് എന്ന് പറഞ്ഞാൽ ഗോൾഡൻ ആൽഗയാണ്. ഡെസ്മിഡ് എന്ന് പറഞ്ഞാൽ ഗോൾഡൻ ആൽഗയാണ്, ഗോൾഡൻ ആൽഗയാണ്. പിന്നെ നമ്മൾ കടലിൽ പോവാണ്, ഫ്രഷ് വാട്ടറിൽ പോവാണ് ഒക്കെ. അപ്പൊ അവിടുന്ന് കാണുകയാണ്, ലെൻസ് വെച്ച് നോക്കിയപ്പോൾ മൈക്രോസ്കോപ്പിക് പ്ലാങ്ക്ടൺ കണ്ടു. പ്ലാങ്ക്ടൺ എന്ന് പറഞ്ഞാൽ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ആണ്. അവരുടെ ഡയാറ്റംസ് ആർ ചീഫ് പ്രൊഡ്യൂസേഴ്സ്. പിന്നെ നമ്മൾ പഠിക്കുന്നത് സോപ്പ് ഡി ആണ്. ഡി എങ്ങനെ എഴുതും, ഡി എങ്ങനെ വരയ്ക്കും? അപ്പൊ നമ്മളൊരു ഡി വരച്ചു. അപ്പൊ നമ്മൾ ഡി വരച്ചു. ഡി വരച്ചിട്ട് ഡിയിലെ നമ്മൾ എന്ത് ചെയ്തു? ഡിയിൽ നമ്മൾ ഡി വരച്ചിട്ട് ഡിയിൽ നമ്മൾ സോപ്പ് പെട്ടി പോലെ ഓവർലാപ്പിംഗ് ഷെൽസ് ആക്കി മാറ്റി. ഷെൽസ് പിന്നെ ആ സെല്ലിലൊക്കെ നമ്മൾ അലങ്കരിച്ചു, എംബഡഡ് വിത്ത് സിലിക്ക. അപ്പം പിന്നെ ഈ സിലിക്ക വീണ മണ്ണ് എങ്ങനത്തെ മണ്ണായിരിക്കും? ഗ്രിറ്റി സോയിൽ ആയിരിക്കും. അപ്പൊ ഈ മണ്ണ് ഡയാറ്റമേഷ്യസ് എർത്ത്. അപ്പൊ ഈ സോയിൽ നമുക്ക് പോളിഷിങ്ങിനും ഫിൽറ്ററിങ്ങിനും ഉപയോഗിക്കാം. ഫിനിഷായി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡൈനോ ഫ്ലജല്ലേറ്റ്സ് ആണ്. അപ്പൊ പേര് തന്നെ ഉണ്ട് ഡൈ ഫ്ലജല്ല, രണ്ട് ഫ്ലജല്ല ഉണ്ട്. അപ്പൊ ഈ ജീവികളെ നമ്മൾ രണ്ട് ഫ്ലജല്ല, രണ്ട് ഫ്ലജല്ലൊക്കെ നമ്മൾ കോഡ് ആക്കിയിട്ട് എന്താ എഴുതാന്നറിയോ? ഡയനോ ഫ്ലജല്ലേറ്റ് എന്ന് എഴുതാം. ഡയനോ ഫ്ലജല്ലേറ്റ് എന്നുള്ളതിന് പകരം നമ്മൾ ഫ്ലജല്ലേറ്റ് എന്ന് എഴുതാം. അപ്പൊ ഡയനോ ഫ്ലജല്ലേറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ എന്ത് വരണം? ഡയനോ ഫ്ലജല്ലേറ്റ് എന്ന് വരണം. അപ്പൊ ഈ ഡയനോ എന്ന് പറഞ്ഞാൽ രണ്ട്, അവർ ഫ്ലജല്ല ഉണ്ട്, അത് ആ പേരിന് മനസ്സിലായി. ഈ പേര് നമുക്ക് ഡയനോ ഫ്ലജല്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്ലേറ്റ് ആണ്. ഈ പ്ലാനും പിന്നെ എയ്റ്റും പ്ലേറ്റ്. അപ്പൊ ഇത് പ്ലേറ്റ് ആണ്, പ്ലേറ്റ് ഉണ്ട്. അപ്പൊ പ്ലേറ്റ് പല പല കളർ ഉണ്ടാവുമല്ലോ. അതാ യെല്ലോ ഗ്രീന്, യെല്ലോ പ്ലേറ്റ്, ഗ്രീൻ പ്ലേറ്റ്, ബ്രൗൺ ബ്ലൂ റെഡ് ഒക്കെ പല ടൈപ്പ് പ്ലേറ്റ് ഉണ്ട് ബേസ്ഡ് ഓൺ പിഗ്മെന്റ്സ് ഓഫ് ദി സെൽസ്. ഈ പ്ലേറ്റ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയുള്ളത്? ഈ പ്ലേറ്റ് സെല്ലുലോസ് കൊണ്ടാണ്. പ്ലേറ്റ് എന്തുകൊണ്ടാണ്? സ്റ്റിഫ് സെല്ലുലോസ് പ്ലേറ്റ് ഓൺ ഔട്ടർ സർഫസ്. ദെൻ രണ്ട് ഫ്ലജല്ല ഉണ്ടാവും, ഡയനോ ഫ്ലജല്ലേറ്റ്. നമ്മൾ പേര് തന്നെ പഠിച്ചിട്ടുണ്ട്, ഈ ജീവികൾക്ക് ഡയനോ ഫ്ലജല്ലേറ്റ് ആണ്. അപ്പൊ രണ്ട് ഫ്ലജല്ല ഉണ്ട്. അപ്പൊ ഒരു ഫ്ലജല്ല നമ്മളിങ്ങനെ ലോഞ്ചിറ്റ്യൂഡിനലി വരയ്ക്കുക, ഒരു ഫ്ലജല്ല ഇങ്ങനെ ട്രാൻസ്വേഴ്സ് വരയ്ക്കുക. അപ്പൊ അതും റെഡിയായി. പിന്നെ നമ്മൾ കടലിൽ പോവാണ്. അപ്പൊ നമ്മൾ ഭയങ്കര ചുവന്ന കളറിൽ ടൈഡ് ഇങ്ങനെ കാണാൻ, തിരമാലകൾ ഇങ്ങനെ വരികയാണ്. അപ്പൊ നമ്മൾ പറയാണ് എന്തോ ഗോസ്റ്റ്, അയ്യോ ഗോസ്റ്റ്, ചുവന്ന തിരമാല എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ കാണൂലല്ലോ. അപ്പൊ ഗോസ്റ്റ് എന്ന് പറയും. അപ്പൊ ഗോ എന്ന് പറഞ്ഞ ജി എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ഗോണിയോലക്സ്. അപ്പൊ നമ്മൾ പ്രേതാണോ? അല്ല, പ്രേതമല്ല. ജി എന്തിനാന്നറിയാം? ഗോണിയോലക്സ് ആണെന്ന് ഓർത്താൽ മതി. ഗോണിയോലക്സ്. അപ്പൊ അതും നമ്മൾ കഴിഞ്ഞു, ഗോണിയോലക്സ്. പിന്നെ റെഡ് ഡൈനോഫ്ലജല്ലേറ്റ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ കൊണ്ടാണ് അങ്ങനെ ഈ റെഡ് ടൈഡ് ഒക്കെ വരുന്നത്. റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ റെഡ് ടൈഡ് ഇൻ സി. അപ്പൊ നമ്മൾ അങ്ങോട്ട്, അപ്പൊ അങ്ങനെ ചുവന്ന തിരമാല കണ്ടു കഴിഞ്ഞാൽ ഗോസ്റ്റ് ഉണ്ട്, പോവരുത് എന്ന് പറയുന്ന പോലെ അവിടെ ഗോണിയോലക്സ് ഉണ്ട്. അതിന്റെ ടോക്സിൻ എന്ത് ചെയ്യും? ചിലപ്പോൾ കില്ല് ചെയ്യാം. സോ ദർ ടോക്സിൻ കിൽ അതർ മറൈൻ അനിമൽസ് ലൈക്ക് ഫിഷ്. അപ്പൊ അതും നമ്മൾ കഴിഞ്ഞു. ഡൈനോ ഫ്ലജല്ലേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഫ്ലജല്ല ഉണ്ട്, ആ പേര് ഓർക്കാൻ പറ്റും. പിന്നെ ഡൈനോ പ്ലജല്ലേറ്റ് എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്. അപ്പൊ പ്ലേറ്റ് പല കളർ ഉണ്ട്, സെല്ലുലോസ് പ്ലേറ്റ് ആണ്. ദെൻ രണ്ട് ഫ്ലജല്ല നമ്മൾ പറഞ്ഞു, ഒന്ന് നീളത്തിൽ ഇങ്ങനെ ട്രാൻസ്ഫേഴ്സും ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനും നീളത്തിൽ വരച്ചു വെക്കുക. പിന്നെ നമ്മൾ കടലിൽ പോയപ്പോൾ അവിടെ ചുവന്ന തിരമാല ഗോസ്റ്റ് ആയി. ഗോസ്റ്റ് അല്ല, ജി എന്ന് പറഞ്ഞാൽ ഗോണിയോലക്സ് ആണ്. ഓ റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ. അയ്യോ എന്നാലും പോവണ്ട പക്ഷേ കടലിലോട്ട്, കാരണം കിൽ ദ ടോക്സിൻസ് കിൽ മറൈൻ അനിമൽസ് ലൈക്ക് ഫിഷ്. അതും കഴിഞ്ഞു. ഇനി യൂഗ്ലിനോയിഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുക യൂപ്ലിനോയിഡ്സ് ആണ്. യൂഗ്ലീന എന്നുള്ളതിന് നമ്മൾ യൂപ്ലീന. അപ്പൊ ഈ പി എന്തിനാന്നറിയോ? പി എന്ന് പറഞ്ഞാൽ അവരുടെ ഇതിലെ സെൽവാളാണ്. നമ്മൾ നേരത്തെ ഉള്ള ക്രിസോഫൈറ്റും ഡൈനോഫ്ലജല്ലേറ്റും. പക്ഷെ ഇതിന് സെൽവാളിന് പകരം പ്രോട്ടീൻ ലിച്ച് ലെയർ പെല്ലിക്കിളാണ്. പെല്ലിക്കിളിൽ പി ഉണ്ടല്ലോ, അപ്പൊ പ്രോട്ടീൻ ആണ്. പെല്ലിക്കിളിൽ പി ഉള്ളതുകൊണ്ട് പെല്ലിക്കിൾ എന്താണ്? പ്രോട്ടീൻ ആണ്. അപ്പൊ പെല്ലിക്കിളിൽ പ്രോട്ടീൻ ഉണ്ട്. അതുപോലെ തന്നെ യൂപ്ലീനയാണ്, അതും നമ്മൾ പഠിച്ചു. ദെൻ നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞു. അപ്പം ഫ്രഷ് വാട്ടറിൽ ഉണ്ട്, ഇവര് സ്റ്റാഗ്നന്റ് ആണ്. അപ്പൊ ഇത് ഈ ഫ്രഷ് വാട്ടർ മറൈൻ എന്ന് കൺഫ്യൂഷൻ വരികയാണെങ്കിൽ നമുക്കറിയാം, ആദ്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ക്രിസോഫൈറ്റ്, അതിൽ ഫ്രഷ് വാട്ടറും മറൈനും ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ നമ്മൾ ആരെ മാത്രം പഠിക്കുന്നത്? നമ്മൾ മറൈൻ മാത്രമാണ്. ഈ രണ്ടാമത്തത് ഇവിടെ ഫ്രഷ് വാട്ടർ മറൈൻ. പിന്നെ ആ മറൈനിന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക, മറൈൻ ആണ്. അപ്പൊ ഫ്രഷ് വാട്ടർ നമ്മൾ വിട്ടിട്ടുണ്ട്. അപ്പൊ അടുത്തത് നമ്മൾ ഡൈനോഫ്ലജലേറ്റ് മറൈൻ ആണ്. അപ്പൊ അടുത്തത് നമ്മൾ ഏതാണ്? യൂഗ്ലിനോയിഡ്സ് ആണ്. അപ്പൊ അത് ഫ്രഷ് വാട്ടർ ആണ്. ഫ്രഷ് വാട്ടർ തന്നെ സ്റ്റാഗ്നന്റ് വാട്ടർ ആണ്. പിന്നെ സെൽവാൾ എന്ന് പറയും, യൂഗ്ലിനൊക്കെ പറയും നമ്മൾ യൂപ്ലീന എന്നാണ് പഠിച്ചത്. അപ്പൊ പി എന്ന് പറഞ്ഞാൽ പെല്ലിക്കിൾ ആണ്. അതുകൊണ്ട് തന്നെ പെല്ലിക്കിൾ എന്താണ്? ബോഡീനെ ഫ്ലെക്സിബിൾ ആക്കും. സെൽവാൾ കുറച്ച് ടഫ് അല്ലേ, അപ്പൊ അതുപോലെ അല്ല, ഇത് പ്രോട്ടീൻ റിച്ച് ലെയർ പെല്ലിക്കിൾ ആണ്, ബോഡി ഫ്ലെക്സിബിൾ ആക്കും. പിന്നെ ഇതിനും എന്തുണ്ട്? അപ്പൊ യൂഗ്ലിനെ നമ്മൾ ഇങ്ങനെ ഓർത്ത് വെക്കുക. യൂഗ്ലിനെ നമ്മൾ ഇങ്ങനെ ഷോർട്ട് ഫ്ലജല്ലി വരയ്ക്കുക, ഒരു വലിയ ലോങ് ഫ്ലജല്ലി വരയ്ക്കുക. അപ്പം അതും നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും.
പിന്നെ യൂക്ലിൻ നമ്മൾ പണ്ടേ പഠിക്കുന്നതാണ്, ഫോട്ടോസിന്തറ്റിക് ആണ്, പ്ലാന്റ് ലൈക്ക് ആണ് എന്നൊക്കെ ഉള്ളത്. ലൈറ്റ് ഉണ്ടെങ്കിൽ ഫോട്ടോസിന്തറ്റിക് ആണ്, പക്ഷേ അല്ലാത്ത സമയത്ത് ഹെറ്ററോട്രോപ്സ് ആണ് യൂക്ലിനോയിഡ്സിൽ ഉള്ള ജീവികൾ കാണിക്കുക. ഫീഡ് ഓൺ സ്മോൾ ഓർഗാനിസംസ് അതർ ടൈംസ്. അപ്പം അതുപോലെ പിഗ്മെന്റ്സ് ആണെങ്കിൽ ഐഡന്റിക്കൽ ടു ഹയർ പ്ലാന്റ്സ് ആണ്. അപ്പൊ പ്ലാന്റ് ലൈക്ക് ഫോട്ടോസിന്തറ്റിക് ആണ്, അതുപോലെയുള്ള പിഗ്മെന്റ്സ് കാണും. അപ്പൊ ഇതിനകത്ത് നമ്മൾ യൂക്ലീൻ ഇപ്പൊ എങ്ങനെ പഠിക്കുക? യൂക്ലീൻ പി ഉണ്ട്, പെല്ലിക്കിളാണ്, പ്രോട്ടീനിലെ ചെറിയ പി വെച്ചിട്ടുള്ള കളി. പിന്നെ ഇവിടെ ഫ്രഷ് വാട്ടർ മറൈൻ നമ്മൾ നിർത്തി കൊടുത്ത് തുടങ്ങാം. പിന്നെ മറൈൻ ആണ് അടുത്തത്, പിന്നെ അടുത്തത് ഫ്രഷ് വാട്ടർ. അപ്പൊ യൂക്ലീന് ഫ്രഷ് വാട്ടർ, സ്റ്റാഗ്നന്റ് വാട്ടർ, പിന്നെ ഫ്ലജല്ല. ഈ ഒരു പിക്ചർ ഇങ്ങനെ ഓർത്താൽ മതി. അപ്പം ഫ്ലജല്ലയുടെ കാര്യത്തിൽ ഡൈനോ ഫ്ലജല്ലേറ്റ് എന്ന് പറഞ്ഞാൽ 2 ഫ്ലജല്ലയാണ്, ഒന്ന് ഇങ്ങനെ ലോഞ്ചിറ്റ്യൂഡിനലും ട്രാൻസ്വേഴ്സും, അത് ഡൈനോ ഫ്ലജല്ലേറ്റിൽ. പക്ഷെ ഇവിടുത്തെ ഫ്ലജല്ല എന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ച് പറയുന്നത് 2 ഫ്ലജല്ല ഉണ്ട്, ഒന്ന് ഷോർട്ടും ഒന്ന് ലോങ്ങും. നമ്മളത് ഒന്നുകൂടി നമ്മളൊരു ഇതിനെ ഒരു ചെറിയൊരു ഹോളിലൂടെ ഇങ്ങനെ കടത്തിയിടുമ്പോൾ ഈ ഫ്ലജല്ല പെട്ടെന്ന് ഇങ്ങനെ കയറിപ്പോകും, കാരണം ഷോർട്ട് ഫ്ലജല്ല. ഈ ഫ്ലജല്ല ഇങ്ങനെ കുറേ അതിന്റെ ഇടയിലായിരിക്കും. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ദെൻ ലെറ്റ്സ് മൂവ് ഇൻ ടു സ്ലൈം മൗൾഡ്. സ്ലൈം മൗൾഡ് എന്ന് പറഞ്ഞാൽ ഈ മൗൾഡ് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ഓർത്ത് വെച്ചാൽ ഒരു ഫംഗസ് ലൈക്ക് എന്നുള്ളതാണ്. അപ്പൊ ഇതിന് ഫംഗസിന്റെ ഒക്കെ ഫീച്ചേഴ്സ് ആയിരിക്കും. ഫംഗസിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫംഗസിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സാപ്രോഫൈറ്റുകളാണ്. ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്ററിലൊക്കെ ആയിരിക്കും അവർ ഫീഡ് ചെയ്യുക, സാപ്രോഫൈറ്റുകളായിരിക്കും. പിന്നെ അപ്പം ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്റർ, അപ്പൊ അവരുടെ ബോഡി ഈ ഇല, ചീഞ്ഞ ഇലയൊക്കെ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ച് ഇങ്ങനെ മൂവ് ചെയ്യും. ബോഡി മൂവ്സ് അലോങ് ഡീക്കേയിങ് ട്വിഗ്സ് ആൻഡ് ലീവ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഓർഗാനിക് മെറ്റീരിയൽസ്, അതിലുള്ള ഓർഗാനിക് മെറ്റീരിയൽസിനൊക്കെ എൻഗൾഫ് ചെയ്ത് അവരുടെ ബോഡി ആ ഒരു ചീഞ്ഞ സാധനത്തിന്റെ ഡയറക്ഷനിൽ ഇങ്ങനെ മൂവ് ചെയ്യും. പിന്നെ അതേ ഫോം അഗ്രഗേഷൻ കാൾഡ് പ്ലാസ്മോഡിയം. അവരുണ്ടാക്കുന്ന ഒരു കൂട്ടം അഗ്രഗേഷൻ ആണ് പ്ലാസ്മോഡിയം. അപ്പൊ ഈ മൗൾഡ് എന്ന് പഠിക്കുന്നതിൽ മൗൾഡ് എന്താക്കി മാറ്റുക? മോഡാക്കി മാറ്റുക. അപ്പൊ മൗൾഡ് പ്ലാസ്മോഡിയം. മൗൾഡിന്ന് നമ്മൾ ഡെറൈവ് ചെയ്തതാണ് മോഡ് പ്ലാസ്മോഡിയം. അപ്പൊ ഇത് ഇവരെ ഒരുപാട് അഗ്രഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടം. ഗ്രോ ആൻഡ് സ്പ്രെഡ് ഓവർ സെവറൽ ഫീറ്റ്. അപ്പൊ അഗ്രഗേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ അഗ്രഗേറ്റ് അപ്പൊ കുറെ ഉണ്ടാവില്ല. അഗ്രഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പ്രെഡ് ഓവർ സെവറൽ ഫീറ്റ്. പിന്നെ ഫംഗസിന്റെ ഫീച്ചറാണ് ഫ്രൂട്ടിംഗ് ബോഡി ഉണ്ടാക്കുന്നു എന്നുള്ളത്. അപ്പൊ അൺഫേവറബിൾ കണ്ടീഷൻസിൽ ഫ്രൂട്ടിംഗ് ബോഡിയിൽ എന്തുണ്ടാവും? ടിപ്പിൽ ഒരു സ്പോർ ഉണ്ടാവും. ഈ സ്പോർ ശരിക്കും നമ്മൾ ഒരു ഡെക്കറേറ്റ് ചെയ്ത് ഓർമ്മിച്ച് വെക്കുക. ഒരു വാളൊക്കെ നമ്മൾ കൊടുക്കുക. സ്പോറിന് എന്ത് കൊടുക്കുക? നമ്മൾ കോഡാക്കിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് സ്പോറിന് നമ്മളൊരു പച്ച വോളൊക്കെ കൊടുക്കുക. ഈ സ്പോറിന് ഒരു ട്രൂ വോളൊക്കെ ഉണ്ട്, നിങ്ങളിങ്ങനെ ഓർമ്മിക്കാൻ വേണ്ടി പഠിക്കുക. ട്രൂ വോളൊക്കെ ഉണ്ട്, സ്പോറിന് എന്തുണ്ട്? ട്രൂ വോളൊക്കെ ഉണ്ട്. അപ്പം അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഇതെന്താണ്? റെസിസ്റ്റന്റ് ആൻഡ് സർവൈവ് ഫോർ ഇയേഴ്സ്. ധാരാളം വർഷം ഇത് നിൽക്കും. പിന്നെ ഡിസ്പേഴ്സ്ഡ് ബൈ എയർ കറന്റ്. അപ്പൊ അത് ഓർത്ത് വെക്കാൻ എല്ലായിടത്തും സ്പോർ ഡിസ്പേഴ്സ്ഡ് ബൈ എയർ കറന്റ്. നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഇതിലിങ്ങനെ ഇതുപോലെയൊക്കെ ഇങ്ങനെ വരച്ച് പഠിച്ചാൽ തന്നെ അത് നമുക്ക് എക്സാം ഹാളിൽ ഓർമ്മ വരും. കുറെ ഡോട്ട് എവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നല്ലോ, ഡിസ്പേഴ്സ്ഡ് ബൈ എയർ കറന്റ്, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പിക്ചറൈസേഷൻ വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇതാണ് സ്ലൈം മൗൾഡ്സിനെ കുറിച്ച്. അപ്പൊ സ്ലൈം മൗൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗൾഡ് എന്ന് പറഞ്ഞാൽ ഫംഗസ് ലൈക്ക് ആണ്. ഈ മൗൾഡ് നിന്ന് ഡിറൈവ് ചെയ്താൻ പറ്റുന്നതാണ് മോഡ്. പ്ലാസ്മോഡിയം അവരുണ്ടാക്കുന്ന അഗ്രഗേഷൻ ആണ്, കൂട്ടമാണ് പ്ലാസ്മോഡിയം. അതെ, അപ്പൊ അഗ്രഗേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അത് സെവറൽ ഫീറ്റ് ധാരാളം ഉണ്ടാവും. പിന്നെ നമ്മൾ പറഞ്ഞു അവര് ഫംഗസിന്റെ പ്രത്യേകതയാണ് സാപ്രോഫൈറ്റുകളാണ്. ഡെഡ് ആൻഡ് ഡീക്കേയിങ് മെറ്റീരിയൽസിന്റെ ഡയറക്ഷനിൽ അവർ മൂവ് ചെയ്യും ഈ ജീവികള്. അതുപോലെ തന്നെ അവർ ഡെഡ് ആൻഡ് ഡീക്കേയിങ് മെറ്റീരിയൽസിനെ ഓർഗാനിക് മെറ്റീരിയൽസിനൊക്കെ എൻഗൾഫ് ചെയ്യും. പിന്നെ ഫംഗസിന്റെ ഫീച്ചർ അൺഫേവറബിൾ ആണ് കണ്ടീഷൻ. ഫ്രൂട്ടിംഗ് ബോഡി ഉണ്ടാക്കും. അതിന്റെ ടിപ്പിൽ ഒരു സ്പോർ ഉണ്ടാവും. സ്പോറിന് കണ്ടോ നമ്മളൊരു വാൾ വരച്ചെടുത്തു. ആ വാൾ ഇനി സ്പോർ എന്ത് ചെയ്യാണ്? എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുന്നുണ്ട് എയർ വഴി. അപ്പൊ അതുപോലെ തന്നെ വാളുള്ളതുകൊണ്ട് ട്രൂ വാളാണ്. അതുപോലെ ഇത് ഒരുപാട് വർഷത്തേക്ക് സർവൈവ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതും നമ്മൾ കഴിഞ്ഞു. അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ളത് പ്രോട്ടോസോവൻ ആണ്. അപ്പൊ നമ്മുടെ കോഡ് എന്തായിരുന്നു? ക്രിസ്ഡിൻ സ്ലിം പ്രോ. ക്രിസ്ഡിൻ ക്രൈസോഫൈറ്റ് നമ്മൾ പറഞ്ഞു. ഡിൻ എന്ന് പറഞ്ഞാൽ ഡൈനോഫ്ലജലേറ്റ് പറഞ്ഞു. ശരിക്കും എന്നുള്ളത് നമ്മൾ യു എന്നാണ് ഇംഗ്ലീഷ്. അപ്പൊ യൂക്ലിനോയിഡ്സ് നമ്മൾ പറഞ്ഞു. ശരിക്കും സ്ലിം പ്രോ ആണ്. അപ്പൊ സ്ലിം എന്ന് പറഞ്ഞാൽ സ്ലൈം മോൾഡ് പറഞ്ഞു. പ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോട്ടോസോവൻ. ഈ പ്രോട്ടോസോവനിൽ നമുക്ക് ഇനി നമുക്ക് കുറച്ച് കാറ്റഗറി ആണുള്ളത്. അമീബ നമുക്കറിയാം. പ്രോട്ടോസോവൻ അമീബ ഉണ്ടാവും. ദെൻ പാരമീസിയം ഉണ്ടാവും. സീലിയേറ്റഡ് ആണ് പാരമീസിയം. ദെൻ നമ്മൾ കോഡായിട്ട് നമുക്ക് ഇവിടെ പഠിക്കാണ്ട് ട്രിപ്പനോസോമ, സ്ലിപ്പനോസോമ, പിന്നെ സ്പോറോസോവൻ. അപ്പൊ 3 കാറ്റഗറിയാണ്. അപ്പൊ അമീബോയിഡ് പ്രോട്ടോസോവൻ, ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ, ദെൻ സീലിയേറ്റഡ് പ്രോട്ടോസോവൻ ആൻഡ് സ്പോറോസോവൻ. ദെൻ അമീബോയിഡ് എന്ന് പറഞ്ഞാൽ അമീബേനെ എല്ലായിടത്തും കാണും. ഫ്രഷ് വാട്ടറിൽ കാണും അമീബേനെ മറൈനിലും കാണും. അപ്പൊ
അപ്പോൾ എല്ലായിടത്തും അമീബ കാണും, മോയിസ്റ്റ് സോയിലൊക്കെ കാണും. ദെൻ അമീബ നമുക്കറിയാം, അമീബ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പറയാം അമീബ ഇങ്ങനെ അതിന്റെ ബോഡി ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പം നമുക്കൊരു സ്യൂഡോ ഫുഡാണ്, അപ്പം ഫാൾസ് ഫുഡ്, സ്യൂഡോപോഡിയ, അപ്പം അങ്ങനെയാണ് അത് മൂവ് ചെയ്യുക. അമീബ അമീബ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അതിന്റെ ബോഡി ഓരോ സൈഡിലോട്ട് ഇങ്ങനെ മാറ്റി കളിക്കും. അങ്ങനെയാണ് അത് ഫുഡിനൊക്കെ എൻഗൾഫ് ചെയ്യുക, അത് മൂവ് ചെയ്യുക, അപ്പൊ അതിന്റെ ഇര പിടിക്കുന്നതൊക്കെ. ദെൻ അതിന് നമ്മളൊരു സിലിക്ക ഷെല്ല് ഉണ്ട്, അമീബക്ക് എന്തുണ്ട്, സിലിക്ക ഷെല്ല് ഉണ്ടെന്ന് ഓർത്ത് വെക്കുക. നമ്മൾ നേരത്തെ ഒരു ഏതിനാ പഠിച്ചത്, ക്രിസോഫൈറ്റിന് സിലിക്ക ഷെല്ല് കൊടുത്ത, നമ്മുടെ സോപ്പ് പെട്ടിയുടെ മുകളിൽ സിലിക്ക കൊടുത്തില്ല, അതേപോലെ അമീബക്ക് സിലിക്ക ഷെല്ല് കൊടുക്കുക. മറൈൻ ഫോം ആണെങ്കിൽ സിലിക്ക ഷെല്ല് ഉണ്ടെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ദെൻ എന്റെ അമീബ പാരസൈറ്റ് ആണ്, നിന്റെ അമീബയോ എന്ന് ഓർത്താൽ മതി. ഇറ്റ്സ് ഓക്കെ. ദെൻ നമുക്ക് ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോമ എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് സ്ലിപ്പനോസോമ എന്നാണ് നമ്മൾ എഴുതേണ്ടത്. സ്ലീപ്പനോസോമ എന്ന് പറയുമ്പോൾ നമ്മള് സ്ലീപ്പനോസോമ. അപ്പൊ നമ്മുടെ സ്ലീപ്പനോസോമ ഇവിടെ ഉണ്ട്. എന്നിട്ട് നമ്മുടെ സ്ലീപ്പനോസോമയ്ക്ക് ഒരു വട്ടം കൊടുത്തിട്ട് അതിൽ നമ്മളൊരു ഫ്ലജല്ലേറ്റ് കൊടുക്കാം. അപ്പം ട്രിപ്പനോസോമയാണ് എന്ത് കോസ് ചെയ്യുന്നത്, സ്ലീപ്പിംഗ് സിക്നസ് കോസ് ചെയ്യുന്നത്. ഫ്ലജല്ലേറ്റഡ് ആണ് അത്. ഈ ഫ്ലജല്ലേറ്റഡ് തന്നെ ഫ്രീ ലിവിംഗ് ഉണ്ട്, പാരസൈറ്റ്സും ഉണ്ട് എന്ന് ഓർത്ത് വെക്കുക. ഫ്രീ ലിവിംഗ് ഉണ്ട്, പാരസൈറ്റും ഉണ്ട്, ഫ്രീ ലിവിംഗ് ഉണ്ട്, പാരസൈറ്റും ഉണ്ട്. പിന്നെ സീലിയേറ്റഡ് പ്രോട്ടോസോവൻ. സീലിയേറ്റഡ് പ്രോട്ടോസോവൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു പാരമീസിയത്തിന്റെ ആ ഒരു ഘടന ഓർത്താൽ മതി. അപ്പൊ പാരമീസിയത്തിന്റെ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ട്, അതിന്റെ ഗള്ളറ്റ്. അപ്പൊ അതിന്റെ ഫുഡ് എൻ്റർ ചെയ്യുന്ന ഈ ഒരു ഗള്ളറ്റിലോട്ട് ഫുഡിന് എത്തിക്കാൻ വേണ്ടിയിട്ട് അതിന് ധാരാളം ഇങ്ങനെ സീലിയ ഉണ്ട്. സീലിയ, തൗസൻഡ്സ് ഓഫ് സീലിയ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴാണ് അതിന്റെ ആ മൂവ്മെന്റ് അനുസരിച്ച് ഫുഡ് അതിന്റെ ഗള്ളറ്റിലോട്ട് എൻ്റർ ചെയ്യും. ഫുഡ് ഇൻ ടു ഗള്ളറ്റ് ബൈ സീലിയ. എക്സാമ്പിൾ പാരമീസിയം, അക്കോട്ടിക് ആണ്. അപ്പം സീലിയ ഉണ്ടെങ്കിൽ നിലത്ത് കിടന്നിട്ട് സീലിയ അടിച്ചിട്ട് കാര്യമില്ലല്ലോ, വെള്ളത്തിലല്ലേ, അപ്പൊ എന്തായാലും അക്കോട്ടിക് ആയിരിക്കും. ദെൻ സ്പോറോസോവൻസ് പറഞ്ഞാൽ സ്പോർ ഉണ്ട്. നമ്മളിത് ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന ചാപ്റ്ററിൽ പഠിക്കും. മലേറിയ എന്ന് പറഞ്ഞ അസുഖം ഉണ്ടാക്കുന്നത് നമ്മുടെ പ്ലാസ്മോഡിയം ആണ്. അപ്പൊ പ്ലാസ്മോഡിയം കോസ് മലേറിയ. അപ്പൊ പ്ലാസ്മോഡിയത്തിന് അവിടെ നമ്മൾ പഠിക്കും, പ്ലാസ്മോഡിയത്തിന്റെ ലൈഫ് സൈക്കിളില് സ്പോറോസോയിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സ്റ്റേജുകൾ ഉണ്ട്. അപ്പം അത് ഇൻഫെക്റ്റഡ് സ്പോർ ലൈക്ക് സ്റ്റേജ് ഉണ്ട്. അപ്പൊ അതും നമുക്ക് ഓർമ്മിക്കാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി ഹെൽത്ത് ആൻഡ് ഡിസീസ് പഠിക്കുമ്പോൾ നമ്മൾ ഈ പോയിന്റുകളെല്ലാം ഓർമ്മിക്കും. അപ്പൊ സ്പോറോസോവൻ. സോ ബയോളജി പഠിക്കാൻ എളുപ്പമാണ്. നിങ്ങൾ മൂവ് ഓൺ, ബി കോൺഫിഡൻറ്റ്, ദെൻ ഡെഫിനറ്റ്ലി യു വിൽ റീച്ച് ദർ. മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പല്ലേ എത്തുമെന്ന്. സോ അത് സ്ലോ ചെയ്യുന്നെങ്കിൽ ധാരാളം സമയം എടുക്കും, ഫാസ്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് എത്തും. എന്തായാലും ഇഫ് യു മൂവ്സ് ദെൻ ഡെഫിനറ്റ്ലി യു വിൽ റീച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്.